നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിലവിലെ സാഹചര്യത്തിൽ UDF ഒന്നും ചെയ്യരുത്, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, നിങ്ങൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പല പൊതുജനങ്ങളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ തന്നെ സംഭവ വികാസമായി ഇതിനെയൊക്കെ തന്നെ ഉൾട്ടയാക്കാൻ ചിലർ ഇറങ്ങി പുറപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശശി തരൂർ MP ഗൺമാന് നേരെ വണ്ടൂരിൽ കയ്യേറ്റ ശ്രമത്തിൽ നിറയുന്നത് അസ്വാഭാവികത തന്നെയാണ്. വണ്ടൂർ ചെളുത്തോട് വെച്ച് ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. MP വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന കാറിലെ യാത്രക്കാരാണ് പ്രകോപിതരായി കയ്യേറ്റത്തിന് മുതിർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ വണ്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ ഗതാഗത കുരുക്കിൽപ്പെട്ട MP വാഹനത്തിന്റെ ഡ്രൈവർ ഹോൺ മുഴക്കിയതാണ് തർക്കത്തിന് കാരണമായത്. ഇതിൽ പ്രകോപിതരായ മുന്നിലെ വാഹനത്തിലുണ്ടായിരുന്ന സംഘം കാറിൽ നിന്നിറങ്ങി MP വാഹനത്തിന്റെ ബോണറ്റിൽ അടിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. ഇത് തടയാനായി പുറത്തിറങ്ങിയ ഗൺമാനെ സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിന് പിന്നാലെ വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. ആക്രമണത്തിന് മുതിർന്ന സംഘം സഞ്ചരിക്കുന്ന 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. MP സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കയ്യേറ്റം ചെയ്തതിനും IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ശശി തരൂർ MP വാഹനത്തിനുള്ളിലിരിക്കെയാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. കസ്റ്റഡിയിലുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഒളിവിലുള്ള മറ്റൊരാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായും വണ്ടൂർ പോലീസ് അറിയിച്ചു. മുന്നറിയിപ്പില്ലാതെ വാഹനങ്ങൾ തടയുന്നതും ജനപ്രതിനിധികളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങളും ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കാറിലെത്തിയ സംഘം വാഹനം തടഞ്ഞ അസഭ്യം പറഞ്ഞെന്നുമാണ് ഗൺമാൻ വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത്. തരൂരിന്റെ കാറിനെ പിന്തുടർന്നെത്തിയാണ് സംഘം കാർ കുറുകെയിട്ടതെന്നും വാഹനം തടഞ്ഞതെന്നും പറയുന്നു. തരൂരിനെ അസഭ്യം വിളിച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗൺമാൻ ഇടപെടുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ വൈരാഗ്യമോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഈ സംഘത്തിന് യാതൊരു പിന്തുണയും ലഭിച്ചിരുന്നില്ല. ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമികൾ എത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പ്രതികളെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ പ്രകോപനത്തിനുള്ള യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ആക്രമണങ്ങൾക്കെതിരെ, അതായത് ശശി തരൂരിനെതിരെയൊക്കെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അത് വെച്ച് പൊറപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ശശി തരൂരിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം AKG സെന്ററിൽ നിന്നുള്ള കൊട്ടേഷനാണോ എന്ന് പോലും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെ ശശി തരൂരിനെ കണ്ടാൽ എങ്കിലും ഒന്ന് അടങ്ങേണ്ട അക്രമസക്തരായിട്ടുള്ള ഈ അക്രമകാരികൾ ശശി തരൂരിനെ കണ്ടപ്പോൾ കൂടുതൽ ആവേശത്തോടു കൂടി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഗൺമാൻ പറയുന്നത്. ശശി തരൂർ MP ഗൺമാന് നേരെ വണ്ടൂരിൽ നടന്ന കയ്യേറ്റ ശ്രമത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള സംശയം ശക്തമാവുകയാണ്. കേരളത്തിലുടനീളമുള്ള ശശി തരൂർ നടത്തുന്ന പര്യടനത്തിന് ലഭിക്കുന്ന വൻ ജനപിന്തുണയിൽ അസ്വസ്ഥരായ രാഷ്ട്രീയ എതിരാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വണ്ടൂരിൽ വെച്ച് ഉണ്ടായ ഈ ഒരു സംഭവം 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ 3 പേരും CPM അനുകൂലികളാണ് എന്നാണ് വ്യക്തമാകുന്നത്. CPM അനുകൂലികളായിട്ടുള്ള ഗുണ്ടാ ലിസ്റ്റിലുള്ളവരാണ് എന്ന വിവരമാണ് ഈ സംശയത്തിന് ബലം നൽകുന്നത്. ഇതുവരെ 50 മണ്ഡലങ്ങളിലാണ് ശശി തരൂർ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയത്. മലപ്പുറത്ത് അദ്ദേഹം പങ്കെടുത്ത യോഗങ്ങളിൽ വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തരൂര് അന്ന് എത്തിയിരുന്നു. തരൂരിൽ വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കാൻ തരൂരിന് സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. കണ്ണൂരിലും കോഴിക്കോടും തരൂരിന് വലിയ സ്വാധീനമുണ്ടാകാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് ഇത്തരം ഭീഷണികൾക്കും ആക്രമണങ്ങൾക്കും പിന്നിലെന്നാണ് വിലയിരുത്തൽ വരുന്നത്. ഈ ജനപിന്തുണ തടയുക എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് അക്രമസംഘം എത്തിയത് എന്ന് കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നു. ഗതാഗത കുരുക്കിനിടെ ഹോൺ മുഴക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. എന്നാൽ വാഹനത്തിനുള്ളിൽ MP ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടെ ആക്രമികളുടെ ശൗര്യം വർദ്ധിക്കുകയായിരുന്നു. കാറിന്റെ ബോണറ്റിൽ അടിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത സംഘം ഇത് തടയാൻ ശ്രമിച്ച ഗൺമാനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മുതിരുകയായിരുന്നു. പിടിയിലായവർ പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളികളാണെന്നാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. യാതൊരു പ്രകോപനവും ഇല്ലാതെ ജനപ്രതിനിധിയുടെ വാഹനം തടയുകയും സുരക്ഷാ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ആസൂത്രിതമാണ് എന്ന് UDF നേതൃത്വം ചൂണ്ടിക്കാട്ടി. ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന രീതി ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നും സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വണ്ടൂർ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്.
കസ്റ്റഡിയിലുള്ള പ്രതികളെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും മർദ്ദനമേൽപ്പിച്ചതിനും ഗൗരവകരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ആക്രമണത്തിന് പിന്നിൽ ആരെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. തരൂരിനെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് UDFന്റെ നിലപാട്. കേരളത്തിലെ രാഷ്ട്രീയ ഗോതയിൽ ശശി തരൂർ MP നടത്തുന്ന പര്യടനത്തിന് ലഭിക്കുന്ന അഭ്യൂതപൂർവമായ ജനപിന്തുണയിൽ അസ്വസ്ഥരായ രാഷ്ട്രീയ എതിരാളികൾ ആക്രമണത്തിലേക്ക് തിരിയുന്നു എന്നാണ് ആരോപണം. പാലക്കാട്ടെയും മലപ്പുറത്തെയും ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കോഴിക്കോടും കണ്ണൂരും തരംഗമാകാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്ന തരൂരിനെ തടയുക എന്നതായിരുന്നു ആക്രമികളുടെ ലക്ഷ്യം. ഇതുവരെ 50ഓളം മണ്ഡലങ്ങളിൽ തരൂർ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയതോടുകൂടി UDF ക്യാമ്പുകളിൽ വലിയ ഉണർവാണ് പ്രകടമായത്. വടക്കൻ കേരളത്തിൽ തരൂർ സൃഷ്ടിക്കുന്ന ഈ സ്വാധീനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും നിശ്ചയിച്ച പ്രകാരം തന്നെ ശശി തരൂർ തന്റെ പ്രചരണ യാത്ര തുടരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വരാനിരിക്കുന്ന പരിപാടികൾ കൂടുതൽ ആവേശത്തോടെ സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും ഈ തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ വിവിധ ഇടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു രീതി കാണാം. ധർമ്മടത്ത് പിണറായി വിജയൻ എതിരെ നിൽക്കുന്ന കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെയും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ രൂക്ഷമായ ആക്രമണം ഉണ്ടായിരുന്നു. ഇതും ഇത്തരത്തിൽ വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. മലപ്പുറത്ത് ഇത്തരത്തിലൊരു രീതി അത് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നത് അത് തീർച്ചയായിട്ടും അത് എതിർക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വിരളി പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു ആവേശം കാണുമ്പോൾ, അതായത് ശശി തരൂരിൻ്റെ ഈ ഒരു ആവേശം കാണുമ്പോൾ വോട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ എന്നുള്ള വിരളി പിടിച്ചുള്ള ഒരു ആവേശത്തിന് പുറത്തുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല പാലക്കാടേക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാട് രമേശ് പിഷാരടി ഒരിടത്ത് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള ഒരു സമാനമായ രീതി ആക്രമണം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ശോഭാ സുരേന്ദ്രന് നേരെ ഇത് ഉയർന്നു വന്ന ഒരു അമ്പായിരുന്നെങ്കിലും ശോഭ കൃത്യമായി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ട് ഒരിടത്തും പാലക്കാട് ഒരു മുക്കിലും മൂലയിലും അവിടെ ഇത്തരത്തിലൊരു തടസ്സം ഉണ്ടാകുന്നത് അത് ശരിയല്ല എന്ന് കൃത്യമായി തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ, ആക്രമണങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ഓരോ പാർട്ടിക്കാരും എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ CPMന്റെ അനുകൂലികളായിട്ടുള്ള ഗുണ്ടകളാണ്, ഗുണ്ടാ ലിസ്റ്റിലുള്ളവരാണ്. അപ്പോൾ ശശി തരൂരിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ, അല്ലെങ്കിൽ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ ഉള്ളവർ നൽകിയ കൊട്ടേഷനാണോ ഇത് എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. തോൽക്കുമെന്ന് ഉറപ്പായി, മറ്റുള്ളവർ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ തോന്നുന്ന പലതരത്തിലുള്ള വെപ്രാളങ്ങളാണ്, ആവലാതികളും വെപ്രാളങ്ങളാണ് ഈ കാണുന്നത് എന്നാണ് പൊതുവിലെ ആക്ഷേപം ഉയരുന്നത്.